ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസവും ഹാപ്പി ആയിരിക്കണമെങ്കിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ഒന്ന് റെഡിയാവുക. തലമുടിയൊക്കെ ഒന്ന് കോതി കെട്ടി ഒരു പൊട്ടൊക്കെ വെച്ച് അങ്ങ് റെഡിയായി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ടല്ലേ. എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ വൃത്തിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ നീറ്റായിരിക്കും. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടാറുണ്ട്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ അങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളതല്ല, നമ്മുടെ വീടിനകത്തുള്ളവരെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മൾ സഹായിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അത് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, മുമ്പൊക്കെ നമ്മൾ പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. മിക്ക ആൾക്കാരും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളൊന്ന് ഓർക്കുക. ഓർത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു പ്രൗഡ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ഒരു നന്ദി പറയുക. അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിലോ, നിങ്ങൾ ആർക്കെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിലോ, നിങ്ങളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ മനസ്സുകൊണ്ട് നന്ദി പറയുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ഒരു പ്രൗഡ് അങ്ങനെ തോന്നുക. ഇതൊക്കെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ചെറുതും വലുതുമായ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ചെറിയ ലക്ഷ്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ വീടിനകത്ത് തന്നെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മൾ കുറച്ച് പൈസകൾ ശേഖരിച്ച് വയ്ക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു വീട് വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് പോവുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാറുണ്ട് അല്ലേ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കാറുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ശരീരം നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നന്നായി ഭക്ഷണം കഴിക്കുക, നല്ല വ്യായാമം ചെയ്യുക, ധാരാളം വെള്ളമൊക്കെ കുടിക്കുക, നന്നായി ഉറങ്ങുക. ഉറങ്ങുന്നത് ഒരു കുറ്റമൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ എപ്പോഴും കിടന്നുറങ്ങിയാൽ അത് നല്ലതുമല്ല. നമ്മൾ ജോലികളൊക്കെ ചെയ്ത് നമുക്ക് ക്ഷീണമൊക്കെ തോന്നുമ്പോഴത്തേക്കും കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഉച്ച ഉറക്കം എന്നൊക്കെ പറയുമല്ലോ. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ചിലർക്ക് ഇത്തിരി ക്ഷീണമൊക്കെ തോന്നാറുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങുന്നത് വളരെ നല്ലത് തന്നെയാണ്. അത് നമ്മളെ ആരോഗ്യം നല്ലതായി എടുക്കാൻ വേണ്ടിയിട്ട് അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. നമുക്കതുകൊണ്ട് ഒരു സന്തോഷം തന്നെയാണ് തോന്നുന്നത്. മറ്റത് എല്ലാ ജോലികളൊക്കെ ചെയ്ത് നമ്മൾ ആ ക്ഷീണിച്ച ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും ഒന്നും ചെയ്യാൻ വേണ്ടി നമുക്ക് തോന്നില്ല. അപ്പം നമുക്ക് എപ്പോഴൊക്കെ റെസ്റ്റ് വേണോ അപ്പോഴൊക്കെ നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ മാനസിക സന്തോഷത്തിന് വളരെ നല്ലത് തന്നെയാണ്. ഇനി കുറച്ച് സുഹൃത്തുക്കളെങ്കിലും നമുക്കൊക്കെ ഉണ്ടായിരിക്കുമല്ലേ. അപ്പോൾ അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ബന്ധുക്കളുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക. ഇതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണല്ലേ. അപ്പം ബന്ധുക്കളുമായിട്ടൊക്കെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ സമയം പോകുന്നത് അറിയാറില്ല. അവരിൽ നിന്നൊക്കെ കൂടുതൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ്. അതും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹോബി കണ്ടെത്തുക. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹോബി കാണുമല്ലോ. ഇപ്പം അപ്പം ചിലർക്ക് പുസ്തകം വായിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ട്രാവൽ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ചിലർക്ക് പടം വരയ്ക്കുന്നതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ കുറച്ച് നേരം പിന്നെ ഗാർഡനിലൊക്കെ സമയം ചിലവഴിക്കുക, ചിലർക്ക് TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഓരോരുത്തർക്ക് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണുള്ളത്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കുക. അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യമാകുമ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സന്തോഷം തോന്നുമല്ലോ. അങ്ങനെയും നമുക്ക് ചില സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടി കഴിയും. നമുക്കുള്ള ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കുക. ഇപ്പം എല്ലാവർക്കും ഒരു ബിസി ലൈഫാണല്ലേ. അപ്പോൾ ആർക്കും ഒന്നിനും സമയമില്ല. ഇപ്പം എല്ലാവരും മിക്കവരും ജോലിയുള്ളവരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നിനും സമയമായിരിക്കും. ഇപ്പോൾ സിറ്റിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒന്നിനും സമയം കാണില്ല. അപ്പോൾ നമ്മൾ സാഹചര്യത്തിനൊത്ത് മാറാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കുക. നമുക്കിപ്പോൾ കുറച്ച് സമയമുള്ളെങ്കിൽ നമ്മൾ ആസ്വദിച്ച് ചിലവഴിക്കുക. ഇപ്പം നമ്മൾ മക്കൾക്കൊക്കെ വെക്കേഷൻ ആണല്ലോ. അപ്പോൾ വീട്ടമ്മമാർക്കാണെങ്കിൽ മക്കളോടൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം, അവരോടൊപ്പം കളിക്കാം, അങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്താവുന്നതാണ്.
ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ആസ്വദിച്ച് ചെയ്യുക. അത് ചെറിയ കാര്യങ്ങളാണെങ്കിലും ശരി തന്നെ, വലിയ കാര്യങ്ങളാണെങ്കിലും ശരി തന്നെ. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക, അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നതും സന്തോഷത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പം നമ്മുടെ മക്കളൊക്കെ കരയുമ്പോൾ തന്നെ അവർ എന്തെങ്കിലും വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവരോട് എന്താ നിങ്ങളിങ്ങനെ ഇരിക്കുന്നത്, എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ച് അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നെങ്കിലും അത് മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്നതായിരിക്കണം, നമുക്കും അതുകൊണ്ട് സന്തോഷം നൽകുന്നതായിരിക്കണം. പിന്നെ എപ്പോഴും നമ്മുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ ദേഷ്യത്തോടു കൂടി ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ട് ആ ഒരു ക്ഷീണത്തിലായിരിക്കും നമ്മളെ മുഖമൊക്കെ ഒന്ന് ദേഷ്യത്തിലൊക്കെ ഇരുന്നാൽ നമുക്ക് ഇപ്പോൾ കാണുന്നവർക്കും ഒരു ഇറിറ്റേഷനായിട്ട് തോന്നും. നമ്മളപ്പോഴും ഇടയ്ക്ക് ഒരിക്കലെങ്കിലും ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കുക, മനസ്സറിഞ്ഞ് ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചിരി നമ്മുടെ ആരോഗ്യത്തിന് നല്ലൊരു മരുന്ന് തന്നെയാണ്. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രകൃതിയുമായി ഇടപഴകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രകൃതി എന്ന് പറയുന്നത് നമുക്കെല്ലാം നൽകുന്നതാണല്ലേ. നമ്മൾ പ്രകൃതിയിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട്. ഇപ്പം നമ്മൾ ഗാർഡനൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പോൾ ആ ഗാർഡനിലൊക്കെ ഇപ്പം ചെടികളെയൊക്കെ പരിപാലിച്ച് അവയ്ക്ക് വളമൊക്കെ ഇട്ട് കൊടുത്ത് ആ ചെടികളെയൊക്കെ നനച്ച് അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാനാവാത്തതാണല്ലേ. ഇപ്പം ഞാൻ മുമ്പ് ഇവിടെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ ഒന്നും കായ്ഫലമൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ കൂടെ നിന്ന് നമ്മൾ ആ ചെടിയെ പരിപാലിക്കുകയും അതിന് വളമൊക്കെ ഇട്ട് കൊടുക്കുകയും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കുറേ നേരമൊക്കെ അവിടെയൊക്കെ ചിലവഴിക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് ചെയ്തിട്ടുള്ളവർക്കറിയാം, അത് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം എനിക്കതിൽ നിന്നൊന്നും കിട്ടാത്തത് കാരണം ഇപ്പം ഒരുപാട് ജീവികളൊക്കെ വന്ന് അത് നശിപ്പിച്ച് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്കൊന്നും അങ്ങനെ അധികം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ കൃഷിയൊന്നും ചെയ്യാറില്ല. ഇപ്പം ഇവിടെ കുറച്ച് ചെടികൾ ഇങ്ങനെ 2-3 ചെടികളൊക്കെ റോസയും അങ്ങനെ ചെറിയ 2-3 പൂച്ചെടികളൊക്കെ ഇങ്ങനെ നട്ട് വളർത്തിയിട്ടുണ്ട്. അത് മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷം തോന്നാറുണ്ട്. ഇപ്പം ഗ്രാമത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇപ്പം തോടും അങ്ങനെ പുഴയും അങ്ങനെയൊക്കെ കാണുമല്ലോ. അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ കിളികളുടെ ശബ്ദമായാലും അപ്പം മറ്റ് ജീവികളെയൊക്കെ ആയാലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് പുറത്തോട്ടൊക്കെ പോയി ഒന്ന് നോക്കുക. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും നമുക്ക് അവിടെ തോന്നുന്നുണ്ടാവുക അല്ലേ. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. രാവിലെ എഴുന്നേറ്റ് ഒരു പ്രത്യേക ഒരു കാറ്റും തണുത്ത കാറ്റും ഒക്കെ ആയിരിക്കും രാവിലത്തെ സമയത്ത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രത്യേകതയായിരിക്കും. അതിന് ചിലപ്പോൾ രാവിലെ തന്നെ ഇപ്പം നേരെ നമ്മൾ അടുക്കളയിലോട്ട് കയറിപ്പോയാൽ പിന്നെ നമുക്ക് പിന്നെ ഓരോ ജോലിയുടെ പുറകെ ആയിരിക്കും. പിന്നെ ഓരോന്ന് ചെയ്ത് ആ സമയം പോകുന്നത് അറിയില്ല. പിന്നെ ഒരു നേരം കഴിഞ്ഞതിന് ശേഷമായിരിക്കും, അവിടുത്തെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങൾ പുറത്തോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുന്നത്. പക്ഷേ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുക. അല്ലെങ്കിൽ ചായയൊക്കെ അടുപ്പിൽ വെച്ചതിന് ശേഷം ഒന്ന് ചെറിയതായിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കൂ. നല്ലൊരു സമാധാനമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ആ ഗാർഡനിലൊക്കെ ഒന്നൊക്കെ പോയി ഒന്ന് നോക്കി ആ ചെടികളെയൊക്കെ ഒന്ന് വെള്ളമൊക്കെ നനച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സന്തോഷം തോന്നാറുണ്ട്. ഇപ്പോൾ രാവിലെ നമുക്ക് എങ്ങനെയായിരിക്കുമോ അതേ രീതി തന്നെയായിരിക്കും നമുക്ക് വൈകുന്നേരം വരെയും രാത്രി വരെയും നമുക്കുണ്ടാവുക. അപ്പം രാവിലെ നല്ല മൊമെൻറ്റ്സ് നമുക്കുണ്ടായാൽ ആ ദിവസം മൊത്തവും നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ എപ്പോഴും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഫൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.